Al Azhar Group of Institutions, Perambalichira, Thudukkuda. ഗംഭീരമായിട്ടുണ്ട്. ഇതില് ഒക്കെ എല്ലാരും പാട്ട് പാടുന്നവരല്ലേ? എല്ലാരും പാട്ട് പാടുന്നത്. അപ്പൊ ഇനി ഒരു നല്ലൊരു പാട്ട് ഒറ്റയ്ക്കാട് പാടും ഗ്രൂപ്പ്. ആര്? അമൃത. അമൃത അവള് പാടുന്നു, അമൃത പാടുന്നു. അമൃത കൂടി കയറിക്കാം. ഇനി നിങ്ങൾ കയറിക്കാം. ഇനി പാട്ട് പാടുമല്ലേ? കയറിക്കാം. അമൃത പാടിക്കാം. നല്ലൊരു പാട്ടങ്ങ് പാടിക്കാം. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വന്നച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടോ? ഇപ്പൊ പ്ലസ് ടു ആണോ? പ്ലസ് വൺ. ഇപ്പൊ അടുത്ത വർഷമുണ്ടോ? നിങ്ങളെല്ലാം പ്ലസ് വൺ ആണോ? പറയുന്നത് നിങ്ങള് ഗംഭീരമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് അതെയോ എന്നാ പാടിയിട്ട് പോയാൽ മതി. എന്താ പണി തന്നെ ഉണ്ടോ? അങ്ങനെയൊക്കെയല്ലേ നമ്മള്. ചക്രവർത്തി മണിമാരിലെ നവരാഗമാലിക ആരു തീർത്തു ഹൃദയാംബുജത്തിന്റെ പവിഴം കൊണ്ടു ഉദയാംബരത്തിന്റെ കനകം കൊണ്ടു ഋതുചക്രവർത്തിനി മണിമാരിലെ നവരാഗമാലിക ആരു തീർത്തു. അപ്പം നിങ്ങളുടെ ഇടുക്കി ജില്ല മൂലമറ്റം. എല്ലാവരും മൂലമറ്റമാണോ? എല്ലാം മൂലമറ്റത്ത് താമസിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സ്കൂൾ ഇവിടെ മൂലമറ്റത്ത് തന്നെ അല്ലേ? അല്ലേ? അറക്കുളം അല്ല, മൂലമറ്റം ടൗണിൽ തന്നെ. അപ്പം ഗംഭീരമായിട്ട് ടീച്ചേഴ്സൊക്കെ വന്നിട്ടില്ലേ? ഇനി വേറെ ഐറ്റംസിനുണ്ടോ നിങ്ങള്? ആണല്ലേ? അത് കഴിഞ്ഞിട്ട് നാളേക്കേ പോകുള്ളൂ? കലോത്സവം കഴിഞ്ഞിട്ട് പോകുള്ളൂ? നാടൻപാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാടൻപാട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് തന്നെ പോയി. ഓക്കെ, സന്തോഷം. നല്ലൊരു കയ്യൂടെ കൊടുത്തുകൂടാ കുട്ടികൾക്ക്? പ്രോത്സാഹനം വേണ്ടേ? ഇനി അടുത്ത പ്രോഗ്രാമുമായിട്ട് അടുത്ത കുട്ടികൾ വരുന്നുണ്ട്. ഏതായാലും കലോത്സവം ഗംഭീരമായി നടന്നുകൊണ്ട് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ണൂരും കോഴിക്കോടുമായിട്ടാണ് ഇഞ്ചോടിഞ്ച്. കൊല്ലവും തൊട്ടടുത്ത് തന്നെയുണ്ട്. നല്ല രീതിയിലുള്ള മത്സര ഇനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് ആയിരങ്ങളാണ് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നല്ലൊരു കളർഫുള്ളായ ഐറ്റം ഒപ്പനയാണ് പ്രധാന വേദിയിൽ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഒപ്പന നടക്കുകയാണ്. എന്തായാലും മോനെ, ഇത് എപ്പം ഇട്ട് നിൽക്കണമെന്ന് പറയോ? ഈ വേഷം എപ്പോൾ കെട്ടിയതാണ്? രാവിലെ കെട്ടിയതാണ്. എൻ്റെ പൊന്നെ, അത് ഞങ്ങൾ ചെന്നൊരു മോശം കടന്നു കൈയായി പോയല്ലോ അല്ലേ? ഇത്ര നേരം മത്സരം എപ്പോൾ കഴിഞ്ഞു? മത്സരം രാവിലെ ഏതാണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് ക്ലസ്റ്റർ ആയിരുന്നു. എത്ര മണിക്ക് കഴിഞ്ഞു? ഒരു 10-11 മണിയാകുമ്പോ. സമയം എത്ര? ഇപ്പോഴും ആ ഡ്രസ്സിൽ തന്നെ? അതെ. എങ്ങനെ എല്ലാം ഒപ്പിച്ചെടുത്തു? കുറച്ച് പ്രയാസാണ് അല്ലേ? മനസ്സിലായി. നല്ല വെയിറ്റ് ആണ്. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. എന്റെ അമ്മോ, ഇത് എത്ര മണിക്കൂറാണ് ഇത് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ? എത്ര സമയം എടുക്കും? ഡ്രസ് ചെയ്യണമെങ്കിൽ ഒരു 25 മിനിറ്റ്. 25 മിനിറ്റ്. അഴിക്കണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അഴിച്ചും കളയും. അത് നമ്മളെ നമ്മൾ ഇളക്കി കളയും അല്ലേ? എത്ര വർഷമായി പങ്കെടുക്കുന്ന കലോത്സവത്തിന്? കഴിഞ്ഞ വർഷവും സ്റ്റേറ്റിലെത്തിയിരുന്നു. ഇത് രണ്ടാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം അല്ലേ? കഴിഞ്ഞ തവണയും എ ഗ്രേഡ്, ഈ തവണയും എ ഗ്രേഡ് അല്ലേ? ഇത് ഈ തവണ പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണ്? പ്ലസ് വൺ. ഇനിയിപ്പോൾ അടുത്ത വർഷമുണ്ട്. അടുത്ത വർഷം കൂടി. ഓക്കെ, നമുക്കൊന്ന് ആരംഭിച്ചാലോ? ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പറയണം. മൈജിയുടെ MD
ഷാജി സാർ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതല്ലേ? MJHS എലൈറ്റിൽ പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥിയാണ് മൈജി ഷാജി. അതല്ലേ? മൈജി ആണ് നമ്മുടെ മെയിൻ സ്പോൺസറാണ് മൂവിയൽ മീഡിയയുടെ. അപ്പം ഷാജിക്ക ഇത് കാണുമ്പോൾ കണ്ടാവും, ഷാജിക്കാവിൻ്റെ അഭിമാനിക്കാവുന്ന മുഹൂർത്തത്തിൽ സ്കൂളിൽ നിന്ന് വന്ന വിദ്യാർത്ഥി തന്നെ പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ അതും നമുക്കൊരു സന്തോഷമാണല്ലേ? റെഡി? ഇത് പഠിപ്പിച്ച മാഷാരാന്ന് ഞാൻ പറയട്ടെ? ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ? നല്ലൊരു ഹൈറ്റ് ഉള്ളതാണോ? അല്ല, ഇന്നലെ ഇവിടെ വന്ന അല്ലേ? വേറെ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ഇതല്ല. എനിക്ക് പെട്ടെന്ന് അദ്ദേഹം എവിടെ നിന്ന് കൈ കാണിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. 5 വർഷം കൂടി ഇന്നലെ ഒരു കൂട്ടുകാരനെ കണ്ട ഒരു സന്തോഷത്തോട് പങ്കുവച്ചാണ്. ആരാണ് അദ്ദേഹം? ഇത് പഠിപ്പിച്ചത്? ഇത് പഠിപ്പിച്ചത് ജില്ല വരെ യൂട്യൂബാണ് ഗുരു. അത് പൊളിച്ചു. ജില്ല വരെ യൂട്യൂബാണ് ഗുരു. ഓക്കെ. അത് കഴിഞ്ഞപ്പോ സാക്ഷാൽ പൈങ്കുളം നാരായണ ചാക്യാരുടെ ശിഷ്യത്വം. അല്ലേ? യൂട്യൂബ് ഒത്തിരി ഫലം ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. സോഷ്യൽ മീഡിയ കാലമാണ്, അതിനൊരു മാറ്റം. അതുകൊണ്ടാണ് നമ്മളൊക്കെ മെയിൻ ചാനലിൽ നിന്നിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് മാറിയത്. അപ്പൊ നമുക്ക് മൈക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചു തരണ്ടേ? കൈ പിടിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എന്നാ കൈ പിടിച്ചിട്ടായാലും മൈക്ക് അടുപ്പിച്ച് വെക്കണേ. ഇവിടെ നിന്നു. അല്ല, ഈ പാഞ്ചാലിയുടെ വിവാഹത്തിന് രാജാക്കന്മാര് തന്നെ വേണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഇടയില് ബ്രാഹ്മണരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. എടോ ബ്രാഹ്മണര് നമുക്ക് നോക്കാം. പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവരെ പ്രേരിപ്പിക്കാം. അങ്ങനെ ബ്രാഹ്മണര് ചിലര് അവരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കി പുറപ്പെട്ടു. ഇദ്ദേഹം ആയാലോ? അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ തന്നെ ശേഷിയില്ല. അദ്ദേഹം വില്ലെടുക്കാൻ പുറപ്പെട്ടാൽ അബദ്ധമാവുള്ളൂ. എന്നാ പിന്നെതാ അതിന്റെ ഇപ്പുറത്തുള്ള അദ്ദേഹം ആയാലോ? സുന്ദരനൊക്കെ ആണ്, പക്ഷെ അദ്ദേഹത്തിനും വില്ലെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെതാ ഇദ്ദേഹം ആവാം. സുന്ദരനാണ്, സുമുഖനാണ്, പക്ഷേ വിവാഹപ്രായം ആയിട്ടില്ല. താൻ വിഷമിക്കണ്ട കേട്ടോ, തനിക്ക് നല്ലൊരു കന്യയെ തരാം. പാഞ്ചാലി അല്ലെങ്കിൽ നല്ലൊരു കന്യയെ തരാം, താൻ വിഷമിക്കണ്ട. എടോ, ഇങ്ങനെ ആരും പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെതാ അദ്ദേഹം ആയാലോ? ശിവ ശിവ, കുഴിയിലേക്ക് കാലം നീട്ടിരിക്കണം അദ്ദേഹം വില്ലെടുക്കാൻ പുറപ്പെട്ട പാഞ്ചാലി വിവാഹത്തിന് മുമ്പ് തന്നെ വിധവയാ. അതുകൊണ്ട് അയാൾ വേണ്ട. ഇങ്ങനെ ആരും പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റിയ ഒരാൾ വേണ്ടേ? അപ്പോഴാ ഒരു വിദ്വാൻ നോക്കതാ ഇതാ ഒരു പൊണ്ണൻ നിൽക്കണു, അയാളെ കൊണ്ട് സാധിക്കും. അവര് കണ്ടത് ബ്രാഹ്മണരുടെ ഇടയില് ബ്രാഹ്മണ വേഷത്തിലിരിക്കണ ഭീമസേനയാ. അപ്പൊ പാണ്ഡവർ 5 ആള് പരസ്പരം കാണത്തക്ക വിധത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പ്രച്ഛന്ന വേഷത്തിൽ ഇരിക്കണ്ടായി. അതിൽ ഭീമസേനയാ അവര് കണ്ടത്. കാണാൻ പാകത്തിനുണ്ടല്ലോ ആ ശരീരം. ഭീമസേന എന്ന് പറഞ്ഞിട്ടല്ല, ഏതോ ഒരു പൊണ്ണൻ, അത്രേ കണക്കാക്കിയുള്ളൂ. കഴിഞ്ഞതാണോ? ഞാൻ ഓടിയാണ്. ഇനി എന്നെ ചൂണ്ടി എന്തെങ്കിലും പറയണ്ടെന്ന് ഓർത്താ. മനസ്സിലായല്ലോ? ഇനി എന്റെ നേരെ ചൂണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അടുത്ത ട്രോള് മേടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാ. ശരിയല്ലേ? ഗംഭീരമായിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്നൊരു സബ്ജക്റ്റ് ആയിട്ട് അതും ചെയ്യാൻ പറ്റുമോ? അത് ചാക്യാർമാർക്കാണ് അതിന്റെ കഴിവുള്ളത്. നമ്മള് കലോത്സവത്തിന് വേണ്ടി പഠിക്കുന്ന. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ചെയ്ത സംഭവമാണല്ലോ കാണിച്ചത്. പെട്ടെന്നൊരു ഐറ്റം ഇവിടെ ഇരിക്കുന്ന 2-3 പേരെ വെച്ചൊന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. വർണ്ണാഭമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താ ഐറ്റം? മദ്ദളം കേളി. എങ്ങനെയാ? കൊല്ലൊക്കെ അടിപൊളിയാണോ? എങ്ങനെയാ അഭിപ്രായം? നല്ല അഭിപ്രായം. സദ്യ കഴിച്ചോ? എങ്ങനെയുണ്ട് പഴയിടത്തിന്റെ സദ്യ? അടിപൊളി, കെങ്കേമായിട്ടുണ്ട്. കൊല്ലത്തേരുണ്ടോ ഇവിടെ ആരെങ്കിലും? കൊല്ലത്തുകാരൊരു ചേട്ടൻ അതാ അവിടെ കൈവന്നിരിക്കണു. ചേട്ടൻ ഒന്ന് വരുമോ? ഒന്ന് വരൂ ചേട്ടാ. കൊല്ലത്ത് വെച്ച് നടക്കുമ്പോ എന്താ ബാക്കിയുള്ള ജില്ലക്കാരോട് പറയാനുള്ളത്? കൊല്ലം കണ്ടാ പിന്നെ ഇല്ലം വേണ്ടാന്നാണല്ലോ. കൊല്ലം കണ്ടാ പിന്നെ ഇല്ലം വേണ്ടാന്നാണല്ലോ. അതെ. എങ്ങനെയാ? കലോത്സവ പ്രേമിയാണോ? ഏതാ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇനം പറയാ? ഓട്ടം തുള്ളല്. അതെന്താ ഇഷ്ടല്ലേ? നല്ല ആളാണല്ലോ. ഇഷ്ടല്ലേ? എന്റെ ഐറ്റം ഏതാന്ന് പറയാന്നാല് വരട്ടെ. ചാക്യാർകൂത്ത്. അദ്ദേഹം ചുണ്ടാക്കി കളിച്ചെങ്കിലും അവസാനം പറഞ്ഞു. അപ്പൊ ഏതായാലും കൊല്ലത്തുകാരോട് വളരെ സ്നേഹം, സന്തോഷം.
നല്ലൊരു കൈയ്യടി കൊടുക്കാൻ കേട്ടോ. പെട്ടെന്ന് ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ചൂണ്ടി, കുട്ടികളും ചൂണ്ടി പറഞ്ഞപ്പോൾ നല്ലൊരു ഐറ്റമായി മാറി. ഇനിയും ഒത്തിരി മത്സരങ്ങൾ മത്സരിക്കാനും കോളേജിലും ഒക്കെ മത്സരിച്ച് വിൻ ചെയ്ത് നല്ലൊരു കലാകാരനായി ഈ ചാക്യാർകൂത്തൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി സിനിമയിലൊക്കെ അവസരം കിട്ടും. ഡയലോഗുകൾ പറയാൻ ഒരു മടിയില്ലല്ലോ. അങ്ങനെ ഒരു നല്ല സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ ഗംഭീരമായിരിക്കുന്നു. കലോത്സവ വേദിയിൽ മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊഴികളുടെ മീഡിയയിലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തുകയാണ്. ചെണ്ടമേളമാണ്, പഞ്ചവാദ്യമാണെന്നൊക്കെ ഒന്ന് തോന്നുന്നത്. എന്താണെന്ന് വരുമ്പോൾ അറിയുള്ളൂ. ചെണ്ട ഇരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്.